നമസ്കാരം. അഷ്റഫ് രാങ്ങാട്ടൂര. വളരെ ഗൗരവമുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത്. പരമാവധി ചെറുപ്പക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടണം. കാരണം അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ അറിയിക്കാൻ പോകുന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ടായിരുന്നു, ഹുമയൂൺ കബീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സമീപകാലത്ത് ഒരു പ്രഖ്യാപനം നടത്തി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ബംഗാളിൽ ബാബരി മസ്ജിദ് ഞങ്ങൾ പുനർനിർമ്മിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുക ബംഗാളിൽ അതിൻ്റെ ആവശ്യം എന്താണ്? അത് വളരെ തർക്കമായി, പ്രശ്നമായി. തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജി അതിനെ ശക്തമായിട്ട് എതിർത്തപ്പോൾ അദ്ദേഹം എന്നിട്ടും അദ്ദേഹം അതായിട്ട് മുന്നോട്ട് പോകണമെന്ന് കണ്ടപ്പോൾ മമതാ ബാനർജി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തതാണ്? സ്വന്തം നിലക്കൊരു പാർട്ടി ഉണ്ടാക്കാൻ. ആ പാർട്ടിയുടെ പേര്, അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടി ആം ജനതാ ഉന്നയൻ എന്നാണ്. ആം ജനതാ ഉന്നയൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ആ പാർട്ടിയിൽ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ച് അദ്ദേഹം ഒരു ബാബരി മസ്ജിദിൻ്റെ ശിലാസ്ഥാപനം നടത്തി. ബംഗാളിൽ ശിലാസ്ഥാപനം നടത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വന്നവർക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, ആളുകൾക്ക് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഒരു അത്ഭുതമാണ്. കാരണം ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആൾ അത്ര ഫിനാൻഷ്യൽ സൗണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക ശക്തിയായിട്ടുള്ള ആളൊന്നും അല്ല. പിന്നെ ഇവിടെ നിന്നാണ് അയാൾക്ക് ഇത്രയും വലിയ ഫണ്ട് കിട്ടിയതെന്നുള്ള വലിയ ഒരു ചോദ്യം ചെയ്യപ്പെട്ട കാര്യമാണ് അന്ന് തന്നെ. എന്നിട്ട് അദ്ദേഹം ചെയ്തതെന്താ അറിയോ? ഈ ആം ജനതാ ഉന്നയൻ എന്ന് പറയുന്ന പാർട്ടിയെ പല മുസ്ലിം ബെൽറ്റുകളിലും കാൻഡിഡേറ്റ് ആക്കിയിട്ട് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ധാരാളം പണം കൊടുക്കുകയാണ്. മാത്രമല്ല ഒവൈസിയുടെ പാർട്ടിയുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അവിടെ സഖ്യം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒവൈസിയുടെ പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കി മുസ്ലിം ബെൽറ്റുകളിലൊക്കെ അദ്ദേഹം കാൻഡിഡേറ്റിന് നിർത്തിയിട്ട് ലക്ഷക്കണക്കിന് ഉറപ്പ് കൊടുത്തിട്ട് പ്രചരണ ഉപാധികൾ ഇയാൾ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതിനൊന്നും ഉള്ളൊരു സാമ്പത്തിക സൗകര്യമുള്ള ആളല്ല ആര്? ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന പഴയ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ്. അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്നറിയാൻ വേണ്ടി മമതാ ബാനർജി ടീമിനെ വെച്ചിട്ട് ഇയാളെ ഹിഡൻ ക്യാമറയിലൂടെ ഇയാളെ കൃത്യമായിട്ട് വാച്ച് ചെയ്തു. അങ്ങനെ ഒരു ഹിഡൻ ക്യാമറ മുമ്പിൽ ഇയാൾ കുടുങ്ങിയപ്പോൾ ഇയാൾ വെട്ടിക്കണ ഒരു വാർത്ത പറയാണ്. ആ ക്യാമറയിൽ സംസാരിക്കുന്ന ഇയാളുടെ ഏറ്റവും അടുത്തൊരാളോട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് അയാൾ പറയാണ്, അവിടെ ഒരു സീക്രട്ട് ക്യാമറ ഉണ്ടെന്ന് അറിയാതെ അയാൾ സംസാരിച്ച കാര്യം, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പ്രൊജക്റ്റിന് 1000 കോടിയാണ് എക്സ്പെൻസ് എന്നും അത് 200 കോടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും എൻ്റെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ ആരൊക്കെയാണെന്നറിയോ? മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി, അതേപോലെ അസമിൻ്റെ മുഖ്യമന്ത്രി, ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ബംഗാളിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഇതിനെക്കുറിച്ച് അറിയാം. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്ന് മമതാ ബാനർജിയോട് പറഞ്ഞെന്നല്ല, ഈ ഹിഡൻ ക്യാമറയിൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരാളോട് ഇതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അവിടെ ബാബരി മസ്ജിദ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് ഒരുമിപ്പിക്കുക, എന്നിട്ട് ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ സംരക്ഷകനാണ് ഇയാളെന്ന് വരുത്തി തീർത്ത് മുസ്ലിങ്ങളെ മൊത്തവും ആ ഭാഗത്തേക്ക് തള്ളിവിട്ടാൽ ഇപ്പുറത്ത് തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടാവുന്ന മുസ്ലിം മൈനോറിറ്റിയുടെ സപ്പോർട്ട് കുറയുകയും ആ സപ്പോർട്ടിനെ തകർക്കാൻ വേണ്ടി ആ സപ്പോർട്ട് കുറഞ്ഞിട്ട് തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക, എന്ത് സാമ്പത്തിക നഷ്ടം വന്നാലും വേണ്ടില്ല ബംഗാളിലെ ഭരണം പിടിക്കുക, ഇത് മാത്രമാണ് അജണ്ട. അതിനു വേണ്ടിയാണ് ഇവിടെയും ചെയ്തത് കുറച്ച് കാര്യങ്ങൾ. കേരളത്തിലും ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെയും BJP വലിയ ഒരു തന്ത്രം പയറ്റിയത്. ആദ്യം ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ നോക്കി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും RSSന്റെ തനിനിറം പലപ്പോഴായിട്ട് പുറത്തു വന്നുകൊണ്ടും ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും ഇവിടെയുള്ള പൊതുജനങ്ങൾക്കും കുറച്ച് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും അവരതിനെ കൂടെ നിന്നില്ല. കാരണം ഈ ബംഗാളിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് നമുക്കറിയാലോ. ധാരാളം ബംഗാളികൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണ്. പേര് ചോദിച്ചാൽ കലീമുദ്ദീൻ, അതേപോലെ യാസീൻ, മുബീൻ, ഇങ്ങനത്തെ പേരുകളൊക്കെ ബംഗാളികൾക്ക് ഉണ്ടാവും. ജീവിതത്തിൽ ഇന്നലെ പള്ളിയിൽ പോയിട്ടോ അറബി അക്ഷരം വായിക്കാനോ എഴുതാനോ ഇസ്ലാമിനെ കുറിച്ചോ മതത്തെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ ചുക്കും അറിയാത്തവരാണ് 90% നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ബംഗാളികൾ. അവരൊരു തരം വികാരത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നവരാണ്. അത്തരം ആളുകളെ എത്രയും പെട്ടെന്ന് വൈകാരികമായി സംഘടിപ്പിക്കുക എളുപ്പമാണ്. കാരണം അവർക്ക് പുനർവിചിന്തനത്തിനോ വീണ്ടും വിചാരത്തിനുള്ള ഒരു ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. അത്തരം ആളുകളെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇവിടെയും അത് നടക്കുന്നുണ്ട്. ഇവിടെയും ചില തീവ്രവാദ ഗ്രൂപ്പുകൾ, അതായത് മൈനോറിറ്റി വിഭാഗത്തെ സ്വാധീനിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച SDPI പോലുള്ള ചില തീവ്ര ഗ്രൂപ്പുകളുടെ സമുന്നത നേതാക്കളെ ഇവർ കൈകാര്യം ചെയ്തുകൊണ്ട് സാമ്പത്തികമായി സ്വാധീനിച്ചിരിക്കുകയാണ്. അതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട്, കാരണം RSSനെതിരായിട്ട് ഭയങ്കര ജിഹ്വയായി പ്രവർത്തിച്ചിരുന്ന ഇവരുടെ RSSനെതിരായ ആക്രമങ്ങളെയോ അല്ലെങ്കിൽ RSSനെതിരായ വാഗ്വാദങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ വളരെ ശാന്തരാണ് അവർ.
മാത്രമല്ല കെ സുരേന്ദ്രനക്ക് ജയിക്കാൻ വരെ ഹോപ്പ് ഉണ്ടാക്കാവുന്ന സാധ്യതയിലുള്ള സ്ഥാനാർത്ഥി നിർണയം വരെ അവർ നടത്തിയെന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവപരമായിട്ടാണ് RSS ഈ മുസ്ലിം മൈനോറിറ്റിയിലൊരു വിഭാഗത്തെ അവരുടെ ലാഭത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത് പിടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് മുമ്പ് ഇതൊക്കെ ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഇത് കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയുടെ തലപ്പത്തുള്ള ആളുകളാണ്. എക്കാലത്തും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവരുടെ സംഘടനയുടെയും ഇവരുടെ ഗവൺമെൻറ്റൊക്കെ അഡ്വൈസർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ISIS എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തുണ്ടാക്കി കുറേ ആളുകൾ തലയറക്കുന്ന വീഡിയോ ഒക്കെ പ്രസിദ്ധീകരിച്ച് അവർ രാജ്യത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സംഘടന മൊസാദിന്റെ സൃഷ്ടിയായിരുന്നു എന്ന് പിന്നീട് ലോകം തെളിഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, ഈ അവിടെ ഭയങ്കര യുദ്ധം നടക്കുകയല്ലേ, ഫലസ്തീനിലായാലും അപ്പുറത്ത് ഇറാഖിലായാലും ലെബനനിലായാലും. അവിടെ എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും ISIനെ കണ്ടിട്ടുണ്ടോ? ഇസ്രായേലിനെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ ഇസ്രായേലിലേക്ക് ബോംബിട്ടയിൽ ഏതെങ്കിലും ISI നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, ഈ ISI എന്ന് പറയുന്നത് മൊസാദിന്റെ സൃഷ്ടിയാണ്. അതൊരു എന്താ പറയുക, ഇസ്ലാമോഫോബിയ ലോകത്തെ വളർത്താൻ വേണ്ടി ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണ്. ഇതേ തന്ത്രം തന്നെയാണ് ഇവിടെയും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. വലിയ സമുദായ നേതാക്കളെ വിലക്കെടുക്കുക, അതുപോലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ വിലക്കെടുക്കുക, അവരിലൂടെ വർഗീയത പ്രചരിപ്പിക്കുക. കാരണം ഒരു വർഗീയത നന്നായി മുസ്ലിം വർഗീയത വളരുന്നു എന്ന ധ്വനി ഉണ്ടാക്കിയാൽ മാത്രമാണ് RSSനും BJPക്കോടെ വളരാനുള്ള ഒരു സ്പേസ് ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ. അപ്പം മുസ്ലിം വർഗീയപരമായി പ്രചരിപ്പിക്കുന്ന ആളുകളെ, വർഗീയപരമായും വികാരപരമായും പ്രകടനങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളെ ഫിനാൻഷ്യലി പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് RSSന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയേണ്ടത് ഒരു രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരും. മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കുന്ന, മൈനോറിറ്റിയെ പ്രകോപിപ്പിക്കുന്ന, മുസ്ലിം ഹിന്ദു സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള, അവിടുത്തെ മതപരമായ ഒരു ഹാർമോണി ഉണ്ട്, അത് തകർക്കുന്ന രീതിയിലുള്ള പല പോസ്റ്റുകളും ഫേസ്ബുക്കിൽ വരും. അതിനൊക്കെ പോയിട്ട് വൈകാരികമായി കമൻറ്റ് ചെയ്തിട്ട് അപകടത്തിൽപ്പെടരുത്. ഇതൊക്കെ ഒരു തരം കൃത്യമായ ഒരു ചാരപ്രവർത്തനം പോലുള്ള പരിപാടിയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് ഈ രാജ്യം തകർന്നാലും കുഴപ്പമില്ല, അവിടുത്തെ രാജ്യത്തിൻ്റെ മതേതരം തകർന്നാലും കുഴപ്പമില്ല, എങ്ങനെ ഭരണം കിട്ടിയാൽ മതി, അത് മാത്രം മതി എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത ഉണ്ടാവുന്നത്. നമ്മുടെ നാടിൻ്റെ മതേതരത്വവും നമ്മുടെ നാടിൻ്റെ മാനവിക സഹിഷ്ണുതയും തകരുന്ന രീതിയിലുള്ള ഒരു വാക്കുകളോ പ്രവൃത്തിയോ ഒരു വീഡിയോ പോലും നിങ്ങൾ ഒരിക്കലും ഫേസ്ബുക്കിൽ ഒരു കമൻ്റായി പോലും ഇടരുത് എന്ന വിനീതമായ അഭ്യർത്ഥന നടത്താനാണ് ഞാൻ ഈ വീഡിയോ. അത്ര അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് RSS മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എന്ത് ചെയ്തും അവർ ഈ രാജ്യത്തിൻ്റെ ഭരണം നിലനിർത്താൻ വേണ്ടി എന്ത് സാഹസത്തിനും മുതിരും. നമ്മളതിൽ പോയി തലവെച്ച് കൊടുക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥന ഒരിക്കൽ കൂടി നടത്താണ്. പരമാവധി നമ്മുടെ ആളുകളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ നല്ല മതേതര വിശ്വാസികളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ നടത്തുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.